പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്തം തലക്കെട്ടുകൾ നക്ഷൽ. അതാണ് ഇവിടെ നമ്മുടെ ജോസ്ഫിൻ ജോസഫ്, ജാസ്മിൻ ജേവിൻ, സുനിൽ ബോസ്, ശ്രീജ, മുഹമ്മദ് നരീഷ്, ജിജു ഡാനിയൽ, വിപിൻ ബെന്നി, ലെനീഷ്, ബാബു, പ്രവീൺ, അമർ, സുർജിത്ത്, റിൻസി എമാനുവൽ, മിഡ്വിൻ, അബീഷ്, ലിലി ചോളിൽ, മുസ്തഫ, ആൽബിൻ, ഉഷ സുഹിത്ത് അടക്കം, ശ്രീലക്ഷ്മി, ശ്രീലത കൃഷ്ണകുമാർ അടക്കം, ഉഷാദേവി അടക്കം ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതല്ലാതെ ഒരുപാട് പേർ പറയുന്നുണ്ട്. എല്ലാവരുടെയും പേര് വായിക്കൽ പ്രാക്ടിക്കൽ അല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭ മധ്യാഹ്നം. നമ്മൾ നേരെ വാർത്തയിലേക്ക് പോകുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ SFIക്ക് പിന്നാലെ കോളേജ് അധികൃതരും പ്രതിക്കൂട്ടിലാണ്. സിദ്ധാർത്ഥിനെ കൊലയ്ക്ക് കൊടുത്തതിൽ ആർക്കൊക്കെയാണ് പങ്ക് എന്നതാണ് ചോദ്യം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFIക്ക് പിന്നാലെ കോളേജ് അധികൃതരും പ്രതിക്കൂട്ടിൽ. മരണവിവരം കുടുംബത്തെ അറിയിക്കുന്നതിൽ കോളേജ് ഡീൻ വീഴ്ച വരുത്തിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറയുകയാണ്. എല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എന്ന് ഡീൻ MK നാരായണൻ പ്രതികരിച്ചു. പ്രതിപ്പട്ടികയിലുള്ള 6 വിദ്യാർത്ഥികളെ കൂടി കോളേജ് സസ്പെൻഡ് ചെയ്തു. കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFI നേതാക്കൾ ഉൾപ്പെടെ കസ്റ്റഡിയിലിരിക്കെയാണ് കോളേജിലെ ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി രംഗത്തെത്തിയത്. മരണം കുടുംബത്തെ അറിയിക്കുന്നതിൽ ഡീൻ MK നാരായണന് വീഴ്ചയുണ്ടായി. കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവും നടത്തുമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. ഈ കുട്ടി മരണപ്പെട്ടു, ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല? അത് ഒരു തെറ്റാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീൻ ആണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്ന പെട്ടെന്ന് രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടെന്ന ചുമതല അവർക്കുണ്ട്. പോലീസ് അന്വേഷണത്തിൽ എല്ലാം വ്യക്തമാകുമെന്ന് ഡീൻ MK നാരായണന്റെ പ്രതികരണം. അപ്പോൾ നോക്കട്ടെ, അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. അതായത് ഡീൻ ഉൾപ്പെടെയുള്ളവർ രക്ഷിതാക്കളെ ഈ വിവരം അറിയിച്ചില്ല വേണ്ട സമയത്ത് എന്നാണ് പറയുന്നത്. അന്വേഷിക്കട്ടെ കേട്ടോ, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും കോളേജ് സസ്പെൻഡ് ചെയ്തു. കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വർക്കല സ്വദേശിയായ ആസിഫ് ഖാനാണ് പോലീസ് കസ്റ്റഡിയിലെ 3-ാമൻ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള 24-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അതിനിടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ കോളേജിന് മുന്നിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. 24 വയനാട്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കോളേജ് ഡീൻ ഡോക്ടർ MK നാരായണനെ പ്രതി ചേർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നടന്നത് ക്രൂര കൊലപാതകമെന്ന് സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ച KC വേണുഗോപാൽ പ്രതികരിച്ചു. SFIയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിൽ ഗവർണർ എത്തി. വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഇപ്പോഴും SFIക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കോളേജിലെ അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. CPM അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ഡീനാണ് ഇതിൻ്റെ അകത്ത് പ്രതിയാകേണ്ട ഒരാൾ. കാരണം ഇതുപോലുള്ള ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഈ SFI activists being involved, everybody is, even police is admitting it. University is also admitting it. So you are saying what is obvious, everybody knows about. The real problem which I see is the cult of violence. Tragedies do happen. ഈ കുട്ടി മരണപ്പെട്ടു, ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല? അത് ഒരു തെറ്റാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീൻ ആണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്ന പെട്ടെന്ന് രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടെന്ന ചുമതല അവർക്കുണ്ട്, യൂണിവേഴ്സിറ്റിക്കുണ്ട്. അവരത് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞത്. സിദ്ധാർത്ഥിൻ്റെ കുടുംബം അഭിമാനം കൊള്ളാറുണ്ട്. കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന്. പക്ഷേ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും നോക്കിയാലും ഇതൊരു ക്ലിയർ കട്ട് കൊലപാതകമാണ്. 3 ദിവസക്കാലം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ഇലക്ട്രിക് ബാനറ്റ് കൊണ്ടും വടികൊണ്ടും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭീകരമായി ആക്രമിക്കുക, അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക. ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്?
അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയോട് വിവരങ്ങൾ വെച്ചിരുന്നത്. അലക്സ്, ഇത് പ്രതിപക്ഷ നേതാവ്, KPCC ഗവർണർ ഒക്കെ അത് ഏറ്റെടുക്കുന്നു. അത് രാഷ്ട്രീയമായി വേറൊരു തലത്തിലേക്ക് പോകുന്നു. എന്തായാലും പൂക്കോട്ടെ അരുംകൊല, ആ വാക്ക് തന്നെ പ്രയോഗിക്കണം. പൂക്കോട്ടെ അരുംകൊല അത് എന്താണ്, വിദ്യാർത്ഥി സംഘർഷം അല്ലെങ്കിൽ റാഗിംഗ് എന്നതിൽ നിന്നൊക്കെ മാറി വേറൊരു തലത്തിലേക്ക് ഉയരുന്നു ഈ ദിവസമല്ലേ അലക്സ്? ഹാഷ്മി, നിസ്സംശയം പറയാം, ആ കൊലപാതകം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ അരുംകൊല, ഹാഷ്മി ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിക്കാം. ഈ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ഒരു വിദ്യാർത്ഥി പഠിക്കാനായി തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് വയനാട് പൂക്കോടേക്ക് പോയ ഒരു വിദ്യാർത്ഥി മരിച്ച ഈ സംഭവം, അത് ആ തലം, ആ റാഗിംഗ് എന്നുള്ള തലം കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് അത് എത്തുന്നു. അതിന് രാഷ്ട്രീയ നേതൃത്വം ആ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷം അതിനെ ഭരണ നേതൃത്വത്തിനെതിരെയുള്ള ആയുധം കൂടിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിൻ്റെ വസതിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, MM ഹസൻ, അതുപോലെ തന്നെ മറ്റു കോൺഗ്രസിൻ്റെ നേതാക്കൾ JB മേത്തർ, T സിദ്ദിഖ്, ഒപ്പം M ലിജു തുടങ്ങിയ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ തന്നെ മന്ത്രി GR അനിൽ അടക്കമുള്ളവർ ഇവിടെ എത്തി മാതാപിതാക്കളെ സന്ദർശിച്ചു. അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. ഇതിൽ വന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത്, ഈ ഡീൻ MK നാരായണനെ ഈ വിഷയത്തിൽ പ്രതി ചേർക്കേണ്ടതുണ്ട് എന്നാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡീനാണ് ഈ വിഷയത്തിൽ പുറത്തൊന്നും പറയരുതെന്ന് വിളിച്ചു ഭീഷണിപ്പെടുത്തിയതെന്നൊരു പരാമർശം കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല KC വേണുഗോപാലും സമാനമായി തന്നെ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത് നടന്നത് റാഗിംഗ് അല്ല, കൊലയാണ്, അരുംകൊലയാണ് നടന്നത്. ഉത്തരേന്ത്യയിലേക്ക് കാണുന്നത് പോലെ ഒരു കൊലപാതകം എന്ന് തന്നെ സിദ്ധാർത്ഥിൻ്റെ മരണത്തെ പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. SFI ആണ് അതിന് പിന്നിൽ. SFI ഇത്തരം കൊലപാതക സംഘങ്ങളാക്കി വളർത്തുന്നതിനുള്ള ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി പ്രതിപട്ടികയിൽ കൊണ്ടുവരണമെന്നാണ് KC വേണുഗോപാൽ പറയുന്നതും അദ്ദേഹം ആരോപിക്കുന്നതും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ അദ്ദേഹത്തിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ സർവകലാശാല VCയോടും ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിയോടും അദ്ദേഹം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ വിഷയം താൻ ഗൗരവമായി കാണും, ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടും, അത് പരിശോധിക്കുകയും ചെയ്യും. അതിൻ്റെ സമയബന്ധമായി തന്നെ അത് തീരുന്നുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം നോക്കിക്കാണുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കർശനമായ നടപടി ഈ കുറ്റക്കാർക്കെതിരെ ഉണ്ടാകും എന്ന ഉറപ്പും ഗവർണർ മാതാപിതാക്കൾക്ക് നൽകി. അതിനുശേഷമാണ് അദ്ദേഹം SFIക്കെതിരെ തിരിഞ്ഞത്. അദ്ദേഹം പറയുന്നത്, പോലീസ് അന്വേഷണത്തിലും യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണത്തിനുമെല്ലാം SFIയുടെ പങ്ക് ഇതിൽ വ്യക്തമായിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ആ കുന്തമന CPMന് നേർക്ക് കൂടി തിരിക്കുന്നു. ഈ സംഘങ്ങളെ, ഇത്തരം അക്രമം നടത്തുന്ന സംഘങ്ങളെ സംസ്ഥാനത്ത് വളർത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ നിന്നും പാർട്ടികൾ പിന്തിരിയണം എന്നൊരു അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം മറ്റു ചില പ്രതികരണങ്ങൾ കൂടി നടത്തി. സമാനമായിരുന്നു മറ്റു നേതാക്കളുടെയും പ്രതികരണം. മന്ത്രി GR അനിൽ പക്ഷേ പറഞ്ഞത്, ഈ സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രണ്ട് ബാച്ചുകൾ തമ്മിൽ, സീനിയർ ബാച്ചും ജൂനിയർ ബാച്ചും തമ്മിൽ നടന്ന ഒരു സംഭവമാണ്. റാഗിംഗ് ഒരു തരത്തിലും അനുവദിക്കാനാകില്ല. മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും. അത്തരത്തിൽ ഉറപ്പ്, സർക്കാരിൻ്റെ ഉറപ്പ് അത് മാതാപിതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി GR അനിലും വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡീൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മരണവിവരം യഥാസമയം വീട്ടിൽ അറിയിച്ചില്ല എന്ന് പറയുന്നത് മന്ത്രി J. ചിഞ്ചുറാണി തന്നെയാണ്. അതിൽ പരം ഒരു വെളിപ്പെടുത്തലൊരു തെളിവുണ്ടാവേണ്ടതില്ല. ഡീനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. എന്തായാലും ഒന്നും പറയാനില്ല എന്നാണ് കേട്ടോ നമ്മുടെ ഡീൻ ശ്രീ നാരായണൻ അദ്ദേഹം പറയുന്നത്. എപ്പോഴെങ്കിലും അദ്ദേഹം പറയുമെങ്കിൽ പറയട്ടെ. ലില്ലി ചോളിയിൽ പറയുകയാണ്, ഇന്നലത്തെ എൻകൗണ്ടർ കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ ദുഃഖാർത്ഥമായ തളർന്ന മുഖം കൊണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി. മകൻ്റെ മരണം വരുത്തിവെച്ച ശൂന്യതയും വേദനയും ജീവിതാന്ത്യം മുഴുവൻ എന്ന് പറയുകയാണ്. പുത്രദുഃഖത്തിൽ വലിയൊരു ദുഃഖമില്ല, അത് വല്ലാത്തൊരു ദുഃഖം ആണെന്ന് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പല രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിലൊക്കെ നമ്മൾ ഈ അടുത്ത് തന്നെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ അല്ലാതെയും സങ്കടമാണ്. ജെയിംസ് ജോസഫ് പറയുകയാണ്, ആ പാവം കൊച്ചനെ കൊന്നവരെ ആരും സംരക്ഷിക്കരുത്, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പുറം ശക്തികളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. എല്ലാ തരത്തിലും അന്വേഷണം നടക്കട്ടെ. ജിവിൻ മാത്യു പറയുകയാണ്, ആഷ്മി ഇന്നലത്തെ ഇൻട്രോ മനസ്സിൽ തട്ടിയെന്ന് പറയുകയാണ്. മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ടായിട്ടത്. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ MLA CK ശശീന്ദ്രനെ എതിരെ രമേശ് ചെന്നിത്തല പ്രതികളെ CK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ DYSP ഓഫീസിലെത്തി മോചിപ്പിക്കാൻ ശ്രമിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന സൂചന വ്യക്തമായി നൽകുന്നുണ്ട്. കേരളത്തിലെ കലാലയങ്ങളെ CPIM ഗൂണ്ടാ കേന്ദ്രങ്ങളാക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI നടത്തിയ കൊലപാതകം തേച്ചു മായ്ച്ചു കളയാനുള്ള വളരെ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. പ്രതികളെ അന്വേഷിച്ച് പോയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെ മുൻ MLA C. ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും DYSPയോട് തട്ടിക്കയറുകയും അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ഇതിന് ഉദാഹരണമാണ്.
ജസ്റ്റിൻ വി മാർക്കോസ് പറയുകയാണ് എങ്ങനെ മക്കളെ പഠിക്കാൻ വിടുമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും രക്ഷകർത്താക്കളുടെ മനസ്സിലുണ്ടാകുന്ന വേദന തന്നെയാണ്. അതിപ്പോൾ ഇനി എത്ര ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാലും രക്ഷകർത്താക്കളുടെ ഉള്ളിൽ ആശങ്കയും വേദനയും ഉണ്ടാകും. അത് പരിഹരിക്കേണ്ടത് ഈ സംഭവത്തിലെ പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിച്ച് അന്വേഷണ ഏജൻസികളും സർക്കാർ സംവിധാനങ്ങളും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. വേറൊരു പ്രേക്ഷകൻ പറയുകയാണ്, ഇർഷാദ് പുൽവട്ട, വിദ്യാഭ്യാസം നേടുക എന്നാൽ കുറേ മാർക്ക് നേടി ജയിച്ച് ജോലി നേടുന്നതിനപ്പുറം സമൂഹത്തിന് മാതൃകയായി ജീവിക്കാനുള്ള അറിവ് കൂടി ആർജിക്കലാണ് വിദ്യാഭ്യാസം. അതൊന്നുമില്ലെങ്കിലും കൂടെയുള്ള സഹപാഠിയെ തല്ലിക്കൊല്ലാതിരിക്കുക എന്നുള്ള ഒരു മിനിമം കാര്യമെങ്കിലും പഠിക്കണമല്ലോ. അതില്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസം അല്ലേ? മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് BJP സ്ഥാനാർത്ഥികളെ ഉടനറിയാം. BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കും. 125 പേരുടെ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നതെന്നാണ് സൂചന. മന്ത്രിമാരായ നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും അടക്കം ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചേക്കും. ഉത്തർപ്രദേശിൽ 74 സീറ്റിൽ BJP മത്സരിക്കും. ഹരിയാനയിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം യോഗി ആദിത്യനാഥിനെയും പ്രചാരണ രംഗത്ത് സജീവമാക്കാനാണ് RSS നിർദ്ദേശം. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പാർലമെന്ററി ബോർഡ് യോഗങ്ങൾ ഇന്നലെ രാത്രി ചേർന്നിരുന്നു. 125ഓളം പേരുകളാണ് അംഗീകരിക്കപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിക്കും. അക്ഷയ് കുമാർ, കങ്കണ റൌട്ട്, യുവരാജ് സിംഗ് അടക്കമുള്ള സിനിമാ ക്രിക്കറ്റ് താരങ്ങളും ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടും. കേരളത്തിലെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരും പട്ടികയിൽ നിന്ന് പ്രതീക്ഷിക്കാം. സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് അടക്കമുള്ള പുതുമുഖങ്ങൾ ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഇടം പിടിക്കുമെന്നാണ് വിവരം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സജീവമാകും. ദേശീയതലത്തിൽ യോഗി ആദിത്യനാഥിനെ ഉയർത്തിക്കാട്ടണമെന്ന RSS നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലാകും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രചരണ പരിപാടികൾ. ഉത്തർപ്രദേശിൽ 74 സീറ്റിൽ BJP മത്സരിക്കും. RLD BJP സഖ്യത്തിന്റെ ഭാഗമായി. പക്ഷേ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BJP തീരുമാനം. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സമരാഗ്നിക്ക് പിന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാൻ കോൺഗ്രസ്. മാർച്ച് 5-ന് മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ശ്രമം. വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ ധാരണ ആകാത്തതാണ് കോൺഗ്രസിലെ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും സംബന്ധിച്ച മുഴുവൻ സമയ ചർച്ചകളിലേക്കാണ് കോൺഗ്രസ് കടന്നത്. ഇന്നലെ രാത്രി വൈകിയും നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ നടന്നു. ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലും സുനിൽ കനഗോലുവും നേരിട്ടെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കേണ്ട എന്നാണ് നിലപാട്. ഒരേ സമയം രണ്ടുപേരും മത്സരരംഗത്തേക്ക് പോയാൽ സംഘടനയെ ഏകോപിപ്പിക്കാൻ ആളുണ്ടാവില്ല എന്ന അഭിപ്രായമുയർന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെയും ആലോചിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒരുമിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. കണ്ണൂരിൽ മത്സരിക്കാമെന്ന് K. സുധാകരൻ ഇതുവരെയും പൂർണ്ണസമ്മതം മൂളിയിട്ടില്ല. K. ജയന്തിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം K. സുധാകരൻ മുന്നോട്ട് വെച്ചു. എന്നാൽ വിജയസാധ്യത പരിഗണിച്ച് K. സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ദേശീയ സ്ക്രീനിംഗ് കമ്മിറ്റിയും കേരളത്തിലെ നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. ഇതിന് തൊട്ടു പിന്നാലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാവും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും വൈകാതെ തന്നെ തീരുമാനമുണ്ടാവും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിട്ടില്ലാത്തതിനാൽ പ്രചരണ രംഗത്ത് പിന്നിലായി പോകുമോ എന്ന പരാതി കോൺഗ്രസ് അണികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് 13 സീറ്റുകളിലും സിറ്റിംഗ് എംപിമാരോട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. 24, തിരുവനന്തപുരം. പത്മകുമാർ K ചോദിക്കുകയാണ്, ലോകായുക്ത ബില്ലിൽ തോറ്റത് ജനമാണ്, ഗവർണറല്ല. രാഷ്ട്രീയ അഴിമതിക്ക് കുടപിടിക്കലായി ബിൽ. ഇടത് സർക്കാരും BJPയുമായി അന്തർധാരയുണ്ടോ? കോൺഗ്രസിനെ മാറ്റി നിർത്താനായി കേന്ദ്രം സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ചോദിക്കുന്നു. രാഷ്ട്രീയ പ്രതികരണമാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം സമാനമായ രീതിയിൽ തന്നെ വന്നിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകായുക്ത എന്ന് പറയുന്ന ഒരു അഴിമതി വിരുദ്ധ സംവിധാനമായിരുന്നു. അതിൻ്റെ പല്ലും നഖവും പിഴിയാൻ എല്ലാവർക്കും ഒറ്റക്കെട്ടാണ് കേട്ടോ, കാര്യത്തിൽ തർക്കമില്ല. കോഴിക്കോട് NITയിൽ അധ്യാപകന് കുത്തേറ്റു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് അധ്യാപകനെ ജയചന്ദ്രനാണ് കുത്തേറ്റത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാത്തതിലെ വിരോധമാണ് അക്രമത്തിന് കാരണം. കഴുത്തിലും വയറിലും കൈക്കും പരിക്കേറ്റു. പ്രതിയായ സേലം സ്വദേശി വിനോദ് കുമാർ പോലീസിന്റെ പിടിയിലായി എന്ന വാർത്തയും വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കെത്താം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:24:27 ഇന്ന്, അതായത് 2024 മാർച്ച് 1-ന് കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. സാധാരണയേക്കാൾ
2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൂടുതലാവുക എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ 32 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഒന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്തായാലും ചൂട് കുറച്ച് ഒരു പൊടിക്ക് കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യം. വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് രംഗത്തെത്തി. 1,72,000 കള്ളവോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയതായും അടൂർ പ്രകാശ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് MK രാഘവന് വേണ്ടി വോട്ട് ചോദിച്ച് രമേശ് ചെന്നിത്തല. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF നിലനിർത്തുമെന്ന് സിറ്റിംഗ് MPയും സ്ഥാനാർത്ഥിയുമായ AM ആരിഫ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതികരണങ്ങളാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുടനീളം കള്ളവോട്ടിനുള്ള ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അടൂർ പ്രകാശ് ആരോപിച്ചു. കഴിഞ്ഞ തവണ 1,10,000 കള്ളവോട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ 1,72,000 കള്ളവോട്ടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീക്കത്തിനെ പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് അടൂർ പ്രകാശ് 24നോട് പറഞ്ഞു. ആ കള്ളവോട്ടുകൾ കൊണ്ടുവന്ന് മാർക്സിസ്റ്റ് പാർട്ടി തന്ത്രപരമായി ഒരു അഭ്യാസം നടത്തുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. എന്തായാലും ഇതിനെ ശക്തമായി നേരിടും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവന് വേണ്ടി രമേശ് ചെന്നിത്തല വോട്ട് ചോദിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങുന്നതും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതുമായ രാഘവനെ കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് ജില്ലയിൽ നിന്ന് തന്റെ പേര് മാത്രമുള്ളതുകൊണ്ടെന്ന് MK രാഘവൻ MPയുടെ വിശദീകരണം. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയാൽ അത് BJPയെ സഹായിക്കാനാണെന്ന് പറയേണ്ടി വരുമെന്ന് സിറ്റിംഗ് MPയും LDF സ്ഥാനാർത്ഥിയുമായ AM ആരിഫ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തു വന്നാൽ ഞാൻ ഇങ്ങനെ കൂടി നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് BJPക്കാർക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ തന്നെ ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രചരണങ്ങൾ പലരും പറയുന്നുണ്ട്. ഇടതു സ്ഥാനാർത്ഥികളെല്ലാം റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളുമായി സജീവമാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ലാത്തതിനാൽ കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. കോഴിക്കോട് NITയിൽ അധ്യാപകന് കുത്തേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വാർത്ത. സിവിൽ എഞ്ചിനീയറിംഗ് അധ്യാപകനായ ജയചന്ദ്രനാണ് കുത്തേറ്റത്. പ്രതിയായ സേലം സ്വദേശി വിനോദ് കുമാർ പോലീസ് പിടിയിലായി. രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. രാഹുൽ, എന്താണ് ഈ കത്തിക്കുത്തിന് കാരണം എന്നതായി പോലീസ് പറയുന്നത്? ഹാഷ്മി, കോഴിക്കോട് NITയിൽ അല്പം മുമ്പാണ് ഈ കത്തിക്കുത്ത് നടക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് അധ്യാപകനായ ജയചന്ദ്രനാണ് കുത്തേറ്റിട്ടുള്ളത്. ഇതിന് കാരണമായി ഇപ്പോൾ പോലീസ് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാത്തതിലെ വിരോധമാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്തിൽ എത്തിയതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഇതിൽ വ്യക്തത വരണമെങ്കിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായി പോലീസ് പറയുന്നതനുസരിച്ച് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാത്തതിലെ വിരോധമാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിൽ എത്തിയതെന്നാണ് പറയുന്നത്. അധ്യാപകന്റെ കഴുത്തിലും വയറിലും കൈക്കുമാണ് കുത്തേറ്റിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ അധ്യാപകൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രതിയായ സേലം സ്വദേശി വിനോദ് കുമാറിനെ കുന്നമംഗലം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തു വരികയാണ്. ഹാഷ്മി, ഇയാളുടെ വേറെ വോട്ട്സ് എവിടെയാണ്? ഇയാൾ ഏത് നാട്ടുകാരനാണ്? നേരത്തെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇയാൾ പങ്കാളിയാണോ? എന്താണ് പ്രകോപനം എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുണ്ടോ? ഹാഷ്മി, സേലം സ്വദേശിയാണ് ഈ പ്രതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിൽ ഈ അധ്യാപകന്റെ അടുത്ത് ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. സേലം സ്വദേശിയാണെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഇവിടെ NIT എന്ന് പറയുന്നത് കോഴിക്കോട് തന്നെ ആയതുകൊണ്ട് സേലത്തുനിന്നും കോഴിക്കോട് എത്തി ഈ അധ്യാപകനെ കാണേണ്ട സാഹചര്യം എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഈ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാകും എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഹാസ്മി, യെസ്, രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നമുക്ക് അതിൽ കുറച്ചുകൂടി വ്യക്തത വരട്ടെ. എന്തായാലും അധ്യാപകന് കത്തിക്കുത്തേറ്റു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. കേന്ദ്രത്തിൽ നിന്ന് 4,000 കോടി എത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നും ട്രഷറി കരകയറി. ഇതോടെ പെൻഷനും ശമ്പളവും മുടങ്ങുമെന്ന ആശങ്കയും ഇല്ലാതായി. നികുതി വിഹിതത്തിന്റെ 2 ഗഡുവും IGST വിഹിതവും ചേർത്താണ് 4,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇതിൽ നികുതി വിഹിതം മാത്രം 2,736 കോടി രൂപ വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓവർ ഡ്രാഫ്റ്റിലായിരുന്ന ട്രഷറി ഇതോടെ തൽക്കാലം രക്ഷപ്പെട്ടു. ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന ആശങ്കയും മറികടക്കാനായി. ഇതിനിടയിൽ ട്രഷറിയിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തിക്കാനുള്ള നീക്കവും തുടങ്ങി. 91 ദിവസത്തെ നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് 7.5% ഉയർത്തി. 5.9% നിന്നാണ് വർദ്ധിപ്പിച്ചത്. നേരത്തെ 2 വർഷത്തിൽ അധികമുള്ള നിക്ഷേപത്തിന് മാത്രമാണ് ഉയർന്ന പലിശ നിരക്ക് നൽകിയിരുന്നത്. ഈ നിക്ഷേപം കേന്ദ്രം കടമെടുപ്പ് പരിധിയിൽ നിന്ന് പിന്നീട് വെട്ടിക്കുറയ്ക്കും. നിലവിലെ സാഹചര്യത്തിൽ 7 മാസത്തെ ക്ഷേമ പെൻഷനും കൊടുക്കാനുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിലും കുറച്ചെങ്കിലും നൽകേണ്ടതുണ്ട്. അതിന് പണം കണ്ടെത്തുക എന്നതും പ്രധാനപ്പെട്ട കാര്യം. 24 തിരുവനന്തപുരം.
Nothing is more horrible than to feel missing beloved one. Silent tears fall unseen, unheard, a hurt that's breaking without a word. The pain is real, it's gone hidden away. Words to സിദ്ധാർത്ഥ് മതം എന്ന് പറയുന്നു ലില്ലി ചോളി. സിദ്ധാർത്ഥിന് അമ്മയോട് നമ്മുടെ കമന്റ് ബോക്സിലൂടെ ലില്ലി സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. മലയാളി IS ഭീകരൻ അഫ്ഗാനിൽ പിടിയിൽ. മലപ്പുറം ഉള്ളാട്ടുപാറ സ്വദേശി സനാവുൽ ഇസ്ലാമാണ് പിടിയിലായത്. നിലവിൽ ഇയാൾ കണ്ടഹാർ ജയിലിലാണ്. ഇന്ത്യൻ ഏജൻസികൾ അറസ്റ്റ് വിവരം സ്ഥിരീകരിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസാന്റെ ഭാഗമാകാനാണ് ഇയാൾ അഫ്ഗാനിലെത്തിയതാണ് വിവരം. ശ്രീകാന്ത് ചേർന്നു കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇയാൾ എപ്പോഴാണ് പിടിയിലായത്? ഇയാൾ പിടിയിലായ വാർത്ത എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്? ശ്രീകാന്ത്, ഇയാൾ എപ്പോഴാണ് പിടിയിലായത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ അഫ്ഗാനിൽ നിന്നുള്ള വിവരം ആ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറസ്റ്റാണ്. ഉള്ളാട്ടുപാറ സ്വദേശി സനാവുൽ ഇസ്ലാം എന്നയാളാണ് പിടിയിലായത് എന്നിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഏജൻസികൾ, അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസികൾ ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന വിവരം അവർ കൈമാറിയിട്ടുണ്ട് ഇന്ത്യക്ക്. നിലവിൽ സനാവുൽ ഇസ്ലാം ഉള്ളത് കണ്ടഹാർ ജയിലിലാണ് എന്ന വിവരവും അവർ ഇന്ത്യക്ക് കൈമാറി. താജിക്കിസ്ഥാൻ വഴിയാണ് ഇയാൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസാൻ, അത് ഈ ഖുറാസാൻ പ്രൊവിൻസ്, അഫ്ഗാനിലെ ഖുറാസാൻ പ്രൊവിൻസ് കേന്ദ്രീകരിച്ചുള്ള സംഘടനയാണ്, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനയാണ്. കേരളത്തിൽ നിന്നും കാസർഗോഡ് നിന്നും 21 പേരുമായി അബ്ദുൾ റാഷിദ് അബ്ദുള്ള പോയതും ഇതേ സ്ഥലത്തേക്കാണ്. സാധാരണഗതിയിൽ ഇത്തരം ആളുകൾ പോകുന്നത് തജിക്കിസ്ഥാൻ വഴി ഈ അഫ്ഗാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത്തരത്തിലെത്തിയതാണ് ഇയാൾ എന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. ഒപ്പം തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ അഫ്ഗാൻ ഏജൻസികളുമായി ചർച്ചയിലാണ് എന്ന കാര്യവും ഇന്ത്യയുടെ ഏജൻസികൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇയാളുടെ ചിത്രങ്ങളടക്കം അയച്ചു നൽകിയിട്ടുണ്ട് അഫ്ഗാൻ ഏജൻസികൾ. ആ ചിത്രം നമ്മളിപ്പോൾ കാണിക്കുന്നുമുണ്ട്. മലപ്പുറം ഉള്ളാട്ടുപാറ സ്വദേശിയാണ് പിടിയിലായത് എന്നുള്ളതാണ് വിവരം. ഈ അഫ്ഗാനിസ്ഥാന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസികളാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. യെസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ NITയിൽ കുത്തേറ്റ അധ്യാപകന്റെ കഴുത്തിനും വയറിലും കൈക്കും ഒക്കെ പരിക്കാണ്. ഗുരുതരമായ പരിക്കേറ്റ അധ്യാപകനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. കേരളത്തിൽ 26 രൂപയാണ് കൂട്ടിയത്. ഇതോടെ ഒരു സിലിണ്ടറിന്റെ വില 1806 രൂപയായി ഉയർന്നു. തുടർച്ചയായ 2ാം മാസമാണ് പാചകവാതക വില കൂട്ടുന്നത്. എല്ലാ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തുന്നത്. ഫെബ്രുവരിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 15 രൂപ വർദ്ധിച്ചിരുന്നു. അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും വിലക്കയറ്റമാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിനാണെങ്കിൽ കൂടിയും കൂടുന്ന ഈ വിലക്കയറ്റം എല്ലായിടത്തും പ്രതിഫലിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ലല്ലോ. അപ്പോൾ അത് ജനങ്ങളുടെ ജീവിതം കഷ്ടപ്പാടിലാണ്, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒറ്റവാക്കിലുള്ള മറുപടി. സംസ്ഥാനത്തെ ഗവൺമെൻറ് കരാറുകാർ സമരത്തിലേക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് മാർച്ച് 4-ന് സൂചനാ പണിമുടക്ക് നടത്തും. ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനാണ് സമരരംഗത്തുള്ളത്. നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പണിമുടക്ക് ദിനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് കേന്ദ്രങ്ങളിലും പണിമുടക്കി പ്രതിഷേധ സമരവും സംഘടിപ്പിക്കും. പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരിക്കുക, ബിൽ ഡിസ്കൗണ്ടിന്റെ പലിശ സർക്കാർ വഹിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇത് ഗുരുതര ചികിത്സാ പിഴവ്. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. പ്രസവവേദനയുമായി എത്തിയ താമരശ്ശേരി സ്വദേശിനിയെ ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞ് അടിവസ്ത്രം വലിച്ചുകെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചുവെന്നാണ് ആരോപണം. പ്രസവശേഷം തലച്ചോറിന് ക്ഷതമേറ്റ കുട്ടി 2 മാസത്തിലേറെ വെന്റിലേറ്ററിലാണ്. സംഭവത്തിൽ DMOയുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ഡിസംബർ 13-ന് രാത്രിയാണ് പുതുപ്പാടി സ്വദേശിയായ ബിന്ദു പ്രസവവേദനയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തുന്നത്. എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്നായിരുന്നു മറുപടി. ഇതിനിടെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ അവർ സിസ്റ്റർമാരെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തോളാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ട് അവിടുന്ന് പ്രസവം എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അന്നേരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിയുടെ അടിയിലെടുത്ത സ്കേർട്ട് അവർ കീറിയിട്ട് അങ്ങനെ ഒരു തുണിയാക്കിയിട്ട് അടിയിൽ ഇങ്ങനെ വലിച്ച് മുറുക്കി കെട്ടിയിട്ടാണ് വിട്ടത്. അപ്പം തന്നെ കുഞ്ഞ് തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ശരിക്കുള്ള പൊസിഷനല്ല വരുന്നത്. അപ്പോൾ അവർ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് വിട്ടു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും ശ്വാസം കിട്ടാതെ കുഞ്ഞിന്റെ തലച്ചോറിന് ക്ഷതം സംഭവിച്ചു. പിന്നീട് ഇങ്ങോട്ട് 2 മാസത്തിലേറെയായി കുഞ്ഞ് വെന്റിലേറ്ററിലാണ്.
കുഞ്ഞ് പ്രസവിച്ച പാടെ കുഞ്ഞ് കരഞ്ഞിട്ടില്ല. അപ്പോൾ കരയാത്തത് കാരണം അവർ ഐസിയുലേക്ക് കൊണ്ടുപോയി. ഐസിയുലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ വെന്റിലേറ്ററിൽ കയറ്റി. അപ്പോൾ ഇത് ഹസ്ബൻഡിനോട് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, പിന്നെ ഇങ്ങനെ 3/4 മണിക്കൂർ നേരെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റക്കായി കിടന്നത് കാരണമാണ് തലയിലോട്ടുള്ള ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഓട്ടം നിന്ന് പോയതും, അതുകൊണ്ടാണ് കുഞ്ഞ് കരയാതിരുന്നതും കുഞ്ഞിന് അപസ്മാരം വരാൻ കാരണമെന്നൊക്കെ ഡോക്ടർ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു. വാടക വീട്ടിലാണ് ഭർത്താവ് ഗിരീഷുമൊത്ത് ബിന്ദുവിന്റെ താമസം. നല്ലൊരു തുക ഇപ്പോൾ തന്നെ വാടക ഇനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട്. കുഞ്ഞിന്റെ ചികിത്സാ ചിലവ് കൂടിയാകുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഇവർക്കറിയില്ല. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രോഗികളും ദുരിതത്തിൽ. കിടത്തി ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ രോഗവിവരങ്ങൾ രേഖപ്പെടുത്തുന്ന അഡ്മിഷൻ ബുക്കിന് പണം നൽകണം എന്ന ആശുപത്രി സൂപ്രണ്ട് സർക്കുലർ ഇറക്കി. സർക്കുലർ വിവാദമായതിന് പിന്നാലെ തീരുമാനം പിൻവലിച്ചു. സർക്കാർ പ്രസ്സിൽ നിന്ന് ബുക്ക് വിതരണം നിലച്ചതോടെ സ്വന്തം നിലയിൽ ബുക്ക് അച്ചടിക്കുന്നതിന് ചിലവായി 30 രൂപയാണ് ഇന്നു മുതൽ രോഗികൾ ഈടാക്കാനായിരുന്നു തീരുമാനം. അതുണ്ടായില്ല ഭാഗ്യത്തിൽ. കിടത്തി ചികിത്സയ്ക്ക് വരുന്നവരുടെ രോഗവിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നതാണ് അഡ്മിഷൻ ബുക്ക്. സർക്കാർ പ്രസ്സിൽ നിന്നാണ് ബുക്ക് ആശുപത്രികൾക്ക് കൈമാറുന്നത്. ഇവ സൗജന്യമായി രോഗികൾക്ക് നൽകും. എന്നാൽ നാളുകളായി പ്രസ്സിൽ നിന്ന് ബുക്കുകളുടെ വിതരണം നിലച്ചിരിക്കുകയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ബുക്ക് വായ്പയായി വാങ്ങി 2 മാസം നൽകി. പിന്നെ അവിടെ നിന്നും ബുക്ക് ലഭിക്കാതായതോടെ ആശുപത്രി വികസന സമിതി സ്വന്തം നിലയിൽ അഡ്മിഷൻ ബുക്ക് അച്ചടിച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. സർക്കാർ പ്രസ്സിൽ നിന്നും ഇതിൻ്റെ ബുക്ക് അടിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷയമാണുള്ളത്. ഇപ്പോൾ 1-2 മാസമായി ഇങ്ങനെ ബുക്ക് ലഭിക്കുന്നില്ല. എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റോ തൽക്കാലം വായ്പയായിട്ട് നൽകിയ ബുക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട രോഗികൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ബുക്ക് എടുക്കണമെങ്കിൽ 30 രൂപ വേണമെന്ന് പറയുന്നത് ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. ഇതിനായി 30 രൂപ രോഗികളിൽ നിന്ന് ഈടാക്കുമെന്ന സൂപ്രണ്ടിന്റെ സർക്കുലറിനെതിരെ പ്രതിഷേധമുയർന്നു. ആളുകൾ അഡ്മിറ്റ് ആകുമ്പോൾ അവർക്ക് സൗജന്യമായി കൊടുത്തിരുന്ന ബുക്ക് ഇപ്പൊ ഗവൺമെന്റ് പ്രശ്നം അടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് 30 രൂപ ഈടാക്കാൻ വേണ്ടി ഉത്തരവായി. സ്വാഭാവികമായും HDS 30 രൂപ ഈടാക്കാൻ HDS മെമ്പറാണ്, കോൺഗ്രസിന് പ്രതിനിധിയാണ് HDSൽ. ഈ ഉത്തരവ് ഇറങ്ങിയത് ഇന്നലെയാണ്, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സംഭവം വിവാദമായതോടെ അമ്പലപ്പുഴ MLA H. സലാം ഇടപെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ കൂടുതൽ തുക ഈടാക്കേണ്ട എന്നാണ് നിർദ്ദേശം. ഇതോടെ ആശുപത്രി വികസന സമിതി തീരുമാനം പിൻവലിച്ചു. ഇക്കാര്യം വ്യക്തമാക്കി നാളെ പുതിയ സർക്കുലർ പുറത്തിറക്കുമെന്നും അഡ്മിഷൻ ബുക്കിന് പഴയ നിലയിൽ 10 രൂപ മാത്രം അടച്ചാൽ മതിയെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. 24 ആലപ്പുഴ. സാമ്പത്തിക പ്രതിസന്ധി കാലം എല്ലാവരെയും ബാധിക്കാണ്. ജിജി നിജിൽ പറയുന്നു, മരുന്ന് വാങ്ങാനെങ്കിലും വയസ്സായവർക്ക് പെൻഷൻ കൊടുക്കൂ. എന്തൊരു ഗതികെട്ട ജീവിതമാണ്, എന്തൊരു ഗതികേടാണ്. ചുറ്റുമൊന്ന് കണ്ണോടിക്ക് ഒരുപാട് ദുരിത ജീവിതങ്ങൾ കാണാൻ പറ്റും. പെൻഷൻ കൊടുക്കൂ സർക്കാർ എന്ന് പറയുകയാണ്. എന്തായാലും ട്രഷറി ഓവർഡ്രാഫ്റ്റിൽ നിന്ന് കരകയറുന്നു എന്നുള്ള നല്ല വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ അതിന് പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം. റീന സതീശൻ പറയുകയാണ്, എന്ത് ക്രൂരപ്രവൃത്തി ചെയ്താലും രക്ഷിക്കാനും സഹായിക്കാനും രാഷ്ട്രീയക്കാരും വീട്ടുകാരുടെ കയ്യിൽ ഇഷ്ടം പോലെ കളിക്കാൻ പണവുമുണ്ടെന്ന അഹങ്കാരമാണ് ഇന്നത്തെ തലമുറയിലെ പല പിള്ളേരെയും നരാധമരാക്കുന്നത് എന്ന് പറയുകയാണ്. ഒരു പരിധിവരെ ശരിയാണ് എന്നും പറയേണ്ടി വരും. സ്വന്തം ശരീരം എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ സ്ത്രീയുടെ തീരുമാനമാണ് അന്തിമമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. വിവാഹമോചനത്തിന് നടപടി തുടങ്ങിയാൽ 20 ആഴ്ച മുതൽ 24 ആഴ്ച വരെ പ്രായമുള്ള ഗർഭം അവസാനിപ്പിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ലിംഗസമത്വത്തിൻ്റെയും ഭരണഘടന നൽകുന്ന മൗലികാവകാശത്തിൻ്റെയും ഭാഗമാണ് ഉത്തരവെന്ന് കോടതി വ്യക്തമാക്കി. അമ്മയ്ക്കോ ഗർഭസ്ഥ ശിശുവിനോ ഉള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ, അമ്മയുടെ മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് സാധാരണയായി വിവാഹിതയായ സ്ത്രീക്ക് 20 ആഴ്ചയിലേറെയോ 24 ആഴ്ചയിൽ താഴെയോ പ്രായമുള്ള ഗർഭം അവസാനിപ്പിക്കാൻ കോടതി അനുമതി നൽകാറുള്ളൂ. ഗർഭഛിദ്രത്തിന് അനുമതി തേടി 23 വയസ്സുകാരി സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 13 സെക്കൻഡാണ്. ഹിമാചലിൽ മഞ്ഞുരുകുന്നില്ല. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടായെങ്കിലും ഹിമാചൽ പ്രദേശിൽ പുതിയ നീക്കങ്ങൾ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട MLA-മാരുമായി മന്ത്രി വിക്രമാദിത്യ സിംഗ് കൂടിക്കാഴ്ച നടത്തി. അതേസമയം MLA-മാരെ അയോഗ്യരാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ 24-നോട് പറഞ്ഞു. സുഖ്വീന്ദർ സർക്കാർ 5 വർഷം തികക്കില്ലെന്നും BJP. This is very unfortunate. Totally undemocratic procedure was adopted. They were not given opportunity to hear. So that was the reason. That's why we are opposing their decision. We are saying that at least opportunity should be given to everyone. So are you welcoming the MLAs in BJP?
They will be in BJP definitely. We will stand with them. Definitely, Congress government is not going to survive because they have lost their mandate. ഹിമാചൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി അനിരുദ്ധ് സിംഗ് 24നോട് പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ബിജെപിയുടെ തന്ത്രം പരാജയപ്പെട്ടതും കോൺഗ്രസ് നേതാവ് അനിരുദ്ധ് സിംഗ് 24നോട് പറഞ്ഞു. ഷിംലയിൽ നിതിൻ അംബുജൻ. നിതിൻ, ബിജെപി ഒരു നീക്കം നടത്തി, അതങ്ങ് പരാജയപ്പെട്ടെങ്കിലും അത് പൊളിഞ്ഞു പോയെങ്കിലും ആ നീക്കങ്ങളുമായി അവർ കാത്തിരിപ്പുണ്ട്. ഈ കോൺഗ്രസ് സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കാൻ കുറച്ച് കഷ്ടപ്പെടുകയും വേണ്ടിവരും ഹൈക്കമാൻഡിനും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും. നിതിൻ. ഹാഷ്മി, ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാരിനെ പരാജയപ്പെടുത്താൻ വീഴ്ത്താനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. ചില കോൺഗ്രസ് MLA-മാർ തങ്ങളോടൊപ്പമായി ബന്ധപ്പെടുന്നു എന്ന് തന്നെയാണ് ജയറാം താക്കൂർ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അയോഗ്യരാക്കപ്പെട്ട MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും BJPയുടെ ഭാഗത്തുനിന്നും നടന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അയോഗ്യരാക്കപ്പെട്ട MLA-മാരുമായി വിക്രമാദിത്യ സിംഗ് കൂടിക്കാഴ്ച നടത്തിയത്. ഹരിയാനയിലെ പഞ്ച്കുളിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇതിൽ 2 MLA-മാർ വിട്ടുനിന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര നിരീക്ഷകർ നടത്തിയ ഇടപെടൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആകും പ്രധാനമായും ഇന്ന് വിക്രമാദിത്യ സിംഗ് ഈ കൂടിക്കാഴ്ച നടത്തിയ MLA-മാരെ അറിയിക്കുക. അതിനുശേഷമാകും നിലപാട് പ്രഖ്യാപിക്കുക. പിന്നീട് വൈകിട്ടോടുകൂടി തന്നെ വിക്രമാദിത്യ സിംഗ് ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും താൽക്കാലികമായ ഒരു പ്രശ്നങ്ങൾ പരിഹാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിമതരെ പരമാവധി വേഗത്തിൽ ഒപ്പം നിർത്താനുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടായത് BJPയിൽ നിന്നുണ്ടായ വിമത നീക്കമായിരുന്നു. സമാനമായ ഒരു വിമത നീക്കം ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് മുന്നിൽ കണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും നടത്തി വരുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ ഹരിയാനയിലെ പഞ്ച്കുളയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന പ്രതിഭാ സിംഗിന്റെ വസതിയിലും ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സ്പീക്കറുടെ നിലപാടുണ്ടായതിന് പിന്നാലെ തന്നെ അതിനെ അതൃപ്തി അറിയിച്ചുകൊണ്ട് പ്രതിഭാ സിംഗ് രംഗത്ത് വന്നിരുന്നു. അവരുടെ പറയാനുള്ളതും കൂടി കേൾക്കണമെന്നായിരുന്നു പ്രതിഭാ സിംഗ് അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ വിക്രമാദിത്യ സിംഗ് നേരിട്ട് തന്നെ ഈ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തി അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തി വരികയാണ്. അത് എത്രത്തോളം ഫലപ്രദമാകുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാകൂ. മാത്രമല്ല, ഹൈക്കമാൻഡാകും ഈ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട ഒരു നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര നിരീക്ഷകർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സംസ്ഥാന കോൺഗ്രസിനുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണ്. സുഖീന്ദർ സിംഗ് സുഖു തന്നെ 5 വർഷം മുഖ്യമന്ത്രിയായി തുടരും. അപ്പോഴും താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഏത് നിലയിൽ ഈ വിമതരെ ഒപ്പം നിർത്താനുള്ള നീക്കം ഹൈക്കമാൻഡ് ഭാഗത്തും ഉണ്ടാകും എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചലിൽ നിന്ന് പുറത്തുനിന്ന ഒരാളെ ഹിമാചലിലേക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള എതിർപ്പ് സംസ്ഥാനത്തെ ചില MLA-മാർ ഉന്നയിച്ചിരുന്നു. ആ ഒരു എതിർപ്പ് തന്നെയാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമായത്, പിന്നീടുണ്ടായ നാടക സംഭവങ്ങൾക്കും കാരണമായത്. മാത്രമല്ല, MLA-മാർ നടത്തിയ പ്രതികരണം, അതായത് മുഖ്യമന്ത്രി സുഖീന്ദർ സുഖുവിന്റെ ഭാഗത്തുനിന്നും അപമാനം നേരിട്ടു എന്നാണ്. ഇതിനോട് ഹൈക്കമാൻഡ് നിശബ്ദത പാലിച്ചു. അതിനുള്ള ഒരു എതിർപ്പ് തന്നെയാണ് ഈ വോട്ടെടുപ്പിൽ അടക്കം പ്രതിഫലിച്ചു എന്നാണ് ഇപ്പോൾ ഈ അയോഗ്യരാക്കപ്പെട്ട MLA പ്രതികരണമായി വന്നിരിക്കുന്നത്. ഹാഷ്മി, എന്തായാലും കാത്തിരുന്ന് കാണാം. നീക്കത്തിൽ നിന്ന് ഹിമാചൽ പ്രദേശ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് BJP പിന്നോട്ടില്ല. അത് ഏത് രീതിയിൽ കോൺഗ്രസിന് കാക്കാൻ കഴിയും എന്ന് കാത്തിരുന്ന് കാണാം. ഇനി മാർക്കറ്റ് വ്യൂ ആണ്. സൂര്യശ്രീ ചേരുന്നു. സൂര്യശ്രീയിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഉയരങ്ങൾ കീഴടക്കി ഇന്ത്യൻ ഓഹരി വിപണി. ബെഞ്ച് മാർക്ക് സൂചികകളിൽ റെക്കോർഡ് നേട്ടം. സെൻസെക്സ് 1000 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,300 മുകളിലെത്തി. പിന്തുണയായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ അതിവേഗ വളർച്ച. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നാളെ പ്രത്യേക വ്യാപാരം. നടപടി അപ്രതീക്ഷിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള റിക്കവറി സൈറ്റിന്റെ പരീക്ഷണത്തിനായി ഓഹരി ഡെറിവേറ്റീവ് വിഭാഗത്തിൽ 2 ഘട്ടമായി വ്യാപാരം നടക്കും. പേയ്മെന്റ് ബാങ്കുമായുള്ള ഇന്റർ കമ്പനി കരാറുകൾ അവസാനിപ്പിച്ച് പേടിഎം. നടപടി പേടിഎം വാലറ്റിലേക്കും ബാങ്കിലേക്കുമുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് RBI വിലക്കിയതിനെ തുടർന്ന് പുതിയ ബാങ്കുകളുമായി സഹകരിക്കാൻ ആലോചന. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI എന്നിവയുമായി പേടിഎം ചർച്ചകൾ നടത്തി. വേനൽക്കാല വിളകൾക്കുള്ള വളങ്ങൾക്ക് സബ്സിഡി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പദ്ധതിക്കായി 24,420 കോടി രൂപ ചെലവഴിക്കും. NBS സ്കീമിലൂടെ 25ഓളം വളങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യും.
സേവന ഫീസ് നൽകാത്തതിന് ഇന്ത്യയിലെ 10 ആപ്പുകൾക്കെതിരെ നടപടിയുമായി ഗൂഗിൾ. പ്ലേ സ്റ്റോർ നയങ്ങൾ പാലിക്കുന്നുണ്ടെന്ന വാദവുമായി ഇൻഫോഎഡ്ജ്, മാട്രിമോണി.com തുടങ്ങിയ കമ്പനികൾ. ഗൂഗിളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മാട്രിമോണി, ഇൻഫോഎഡ്ജ് ഓഹരികളിൽ ഇടിവ്. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. GDP-യുടെ വളർച്ചയുടെ പ്രതിഫലനം എന്ന പോലെ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് പുതിയ റെക്കോർഡുകൾ കീഴടക്കിയിരിക്കുന്നു. വിപണിയിൽ ഇന്ന് ശക്തമായ വാങ്ങലുകളാണ് നടന്നത്. IT, ടെക്, ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ ഒഴികെയുള്ള മിക്ക മേഖലകളും ഗ്രീൻ സോണിലാണ്. മെറ്റലും പൊതുമേഖലാ ബാങ്കുകളുമാണ് ഇന്ന് ഓഹരി വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓഹരികൾ. ഏകദേശം 2% നേട്ടമാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും അതുപോലെ തന്നെ മെറ്റൽ ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിൽ ഒരു റെക്കോർഡ്, ഓൾ ടൈം റെക്കോർഡാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് നിലവിൽ 22,317 പോയിന്റ്, 334 പോയിന്റ് ഉണർവിൽ 22,317 പോയിന്റിലാണ് നിഫ്റ്റിയിൽ ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് വന്ന പോയിന്റ് 22,321. ഈ 22,300 ക്രോസ് ചെയ്താണ് ഇന്ന് ഓൾ ടൈം റെക്കോർഡ് ഇന്ന് നിഫ്റ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ തന്നെ ഒരു നേട്ടം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്കിൽ 907 പോയിന്റ് നേട്ടത്തിൽ 47,028 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പബ്ലിക് ബാങ്കുകളുടെയൊക്കെ ഒരു ഉറച്ച പിന്തുണ നിഫ്റ്റി ബാങ്കിനുണ്ടെന്ന് തന്നെ പറയാം. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിലും അവിടെയും 349 പോയിന്റ് നേട്ടത്തിൽ 20,756 പോയിന്റ് നേട്ടത്തിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിന്റെ ഇന്ന് 1000 പോയിന്റ് ഉണർവിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. സെൻസെക്സിൽ നിലവിൽ 1268 പോയിന്റ് നേട്ടത്തിൽ 73,668 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. അവിടെയും ഇന്നൊരു റെക്കോർഡ് നേട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തുന്നത്. ഇന്ന് വ്യാപാരം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയൊരു റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ ദിവസമാണ്. ആ നേട്ടത്തിന് പിന്നിലെ ഘടകങ്ങൾ GDP ഡേറ്റകളും അതുപോലെ തന്നെ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നൊക്കെ സൂചനയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, നാളെ ഇന്ത്യൻ ഓഹരി വിപണിയിലൊക്കെ തന്നെ ഒരു പ്രത്യേക ട്രേഡിംഗ് സെഷൻ നടക്കുകയാണെന്ന് അറിഞ്ഞു. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിസാസ്റ്റർ റിക്കവറി സൈഡ് സ്വിച്ച്? അതിന്റെ പ്രാധാന്യവും ആ സെഷനിലെ വ്യാപാരവും ഏത് രീതിയിലുള്ളതായിരിക്കും? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് നമുക്ക് മാർക്കറ്റിലെ ഒരു ന്യൂ ഹൈ എടുത്തു, 22,300 ക്രോസ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെ. കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 22,300 ലെവലാണ് അടുത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ലെവൽ കട്ട് ചെയ്ത് സ്വല്പം കയറിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് മുന്നോട്ട് തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രധാനമായിട്ട് ഗ്ലോബൽ ക്രൂസ് പോസിറ്റീവായിരുന്നു. അതിൻ്റെ കൂടെ GDP ഗ്രോത്ത് റേറ്റും നല്ല രീതിയിൽ 8.4 പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിട്ട് വന്നു. പിന്നെ പുതിയ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതെല്ലാം നല്ല പോസിറ്റീവ് ഘടകങ്ങളായിട്ട് മാർക്കറ്റ് യോജിച്ചു വന്നു എന്നുള്ളതാണ് ഒരു കാര്യം. നാളെ NSEയുടെ ഡിസാസ്റ്റർ വിങ്ങിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ സെർവറിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ട്രേഡിങ്ങിന് അത് കൂടുതൽ സമയം ട്രേഡിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അപ്പോൾ തന്നെ അവർ അടുത്ത ഡിസാസ്റ്റർ സെർവറായിട്ടുള്ള മറ്റൊരെണ്ണം കൂടി എക്യുപ്പ് ചെയ്ത് കറക്റ്റായിട്ട് നിർത്തിയിരിക്കും. അപ്പോൾ എന്തെങ്കിലും മെയിൻ സെർവറിൽ പ്രോബ്ലം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഡിസാസ്റ്ററിലേക്ക് മാറ്റി അവർ ട്രേഡിങ്ങിന് ഒരു വിഘ്നം കൂടാതെ കൊണ്ടു നടക്കാൻ വേണ്ടിയാണ് NSE അത്തരത്തിലുള്ള ഒരു കേന്ദ്രം കൂടി ഒരുക്കി അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ് നാളെ പകൽ നടക്കുന്നത്. അതൊരു ടെസ്റ്റിംഗ് എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി 1.5 മണിക്കൂറൊക്കെ വീതമുള്ള 1-2-3 സെഷനായിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു എന്താ പറയുക, ടെസ്റ്റിംഗ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും റെക്കോർഡൊക്കെ തന്നെ കീഴടക്കിയാണ് ഇന്ത്യൻ ഓഹരി വിപണി. ഇന്ത്യൻ GDP കണക്കുകൾക്കൊപ്പം തന്നെ US ഫെഡറൽ നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള വാദങ്ങളും ശക്തി പ്രാപിക്കുന്നുണ്ട്. വിപണി ഇതെല്ലാം തന്നെ സ്വാധീനിക്കുന്നവയാണ്. ഓഹരി വിപണി പുതിയ റെക്കോർഡിന് വീണ്ടും സാക്ഷ്യം വഹിക്കുമോ എന്നും അറിയേണ്ടതുണ്ട്. കൂടുതൽ വിപണി വാർത്തകളുമായി വൈകിട്ട് ക്ലോസിംഗ് ബെല്ലിൽ 4:45 കാണാം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 12 സെക്കൻഡ്. അസിസ്റ്റന്റ് പ്രൊഫസർ ജയേന്ദ്രൻ്റെ കീഴിൽ ചെന്നൈയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത ആളാണ് പ്രതി എന്ന് പറഞ്ഞത്. NITയിലെ അധ്യാപകനെ കുത്തിയ സംഭവത്തിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമിക്കാൻ കാരണമെന്ന് പ്രതി മൊഴി കൊടുക്കുന്നു. എന്തായാലും അധ്യാപകൻ്റെ ആരോഗ്യാവസ്ഥ കുറച്ചൊരു ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് അറിയാൻ കഴിയുന്നു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് PCC അധ്യക്ഷ പ്രതിഭാ സിംഗ് 24 പറഞ്ഞു. പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. MLA അയോഗ്യരാക്കാൻ പാടില്ലായിരുന്നുവെന്നും നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും പ്രതിഭാ സിംഗ് പറഞ്ഞു.
ഹിമാചൽ പ്രദേശിലെ പ്രതിസന്ധി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചു. ഇപ്പോൾ എന്നോടൊപ്പം PCC അധ്യക്ഷ പ്രതിഭ സിംഗ് ഇപ്പോൾ ചേരുന്നു. Madam, the central leadership have stayed in 2 days Shimla, and now all the problem is solved out. Not exactly. ठीक है, a certain situation arose when we lost the Rajya Sabha seat. So there was quite a lot of resentment amongst people, and people were saying that it is your government, it is your MLAs, you have a majority of MLAs, and why we did not succeed in this. So next election, Lok Sabha elections are also around the corner. So we had to sort these issues and we had to talk about it. So Centre sent 3 observers. We sat with them, we talked with them, we told them what the people, why they are annoyed. You have to sit down and sort these issues. They gave time, they listened to every MLA, every minister, what they had to say, and they raised these issues with CM also, and Deputy CM was also there. All things were discussed and talked. It cannot be solved so fast. It is now for the government to decide what they have. They have heard everybody, and what they will do, people are waiting and watching. Do you think the disqualification of the MLAs was the approximate in this time? No, exactly not. It was done in a haste. It shouldn't have been. They shouldn't have been disqualified so fast. They should have been heard, and then we could have proceeded. Will it make a setback for the Lok Sabha election in Congress? We are trying to mend things. We are trying that things come to normal and we face the coming election. എന്തായാലും അയോഗ്യരാക്കപ്പെട്ട MLA-മാരുടെ രാഷ്ട്രീയ ഭാവി അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അവർ നിയമപരമായി നീങ്ങുന്നുണ്ടെങ്കിൽ നീങ്ങട്ടെ എന്നാണ് പ്രതിഭ സിംഗ് ഇപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. തൽക്കാലം കോൺഗ്രസ് സർക്കാർ രക്ഷയെടുക്കാൻ അവിടുത്തെ നേതൃത്വത്തിന് കഴിഞ്ഞു. പക്ഷേ അത് ശാശ്വതമാണോ എന്ന കാര്യം സംശയമാണ്. ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് കാത്തിരുന്ന് എന്തായാലും കാണാം. വർഷിപ്പ് പറയുന്നു, കലാലയ രാഷ്ട്രീയം ഇപ്പോൾ കൊലയാളി രാഷ്ട്രീയമാകുമ്പോൾ സർക്കാർ എന്തിനാ മൗനം പാലിക്കുന്നത്? അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക, കുട്ടികളെ വെറുതെ വിടുക, കലാലയ സംസ്കാരം കാത്തു സൂക്ഷിക്കാം എന്ന് പറയുകയാണ്. ശരിയാണ്. പവിത്ര അതിനെപ്പറ്റ ഹാഷ്മി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കമൻറ്റുകൾ വായിക്കാറുണ്ടായിരുന്നു. അന്ന് എൻ്റെ ആനന്ദം കൂടിയിരുന്നു, അഹങ്കാരവും, പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു. പവിത്ര ചേട്ടൻ മറന്നിട്ട് കളിയുണ്ടോ? പത്തനംതിട്ട പെരുന്നാട്ടിൽ വീണ്ടും വന്യമൃഗത്തിൻ്റെ ആക്രമണം. പെരുന്നാട് ബദനിമലയിൽ പുത്തൻപുരയ്ക്കൽ ഗോപിയുടെ വീട്ടിലെ ആടിനെയാണ് വന്യമൃഗം ആക്രമിച്ചത്. അപ്പോൾ ആടും കടുവയും കാട്ടുപോത്തും പുലിയൊന്നും അടങ്ങിയിട്ടില്ല, പടയപ്പയും അടങ്ങിയിട്ടില്ല. മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമം തുടരുന്നു. ഇന്നലെ രാത്രി തമിഴ്നാട് RTC ബസ് പടയപ്പ ആക്രമിച്ചു. മദപ്പാടിലുള്ള കാട്ടാൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയുമാണ്. മൂന്നാറിൽ നിന്ന് ഉദുമൽപേട്ടയ്ക്കുള്ള TNRTC ബസിന് നേരെയാണ് പടയപ്പയുടെ ആക്രമണമുണ്ടായത്. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ 8-ാം മൈലിൽ വെച്ചാണ് സംഭവം. 1 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെടുത്തിയ പടയപ്പ ബസിന്റെ ചില്ല് കുത്തിപ്പൊട്ടിച്ചു. ബസ് തള്ളി പിന്നിലേക്ക് നീക്കിയെങ്കിലും കലുങ്കിലിടിച്ച് നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. മദപ്പാടിലുള്ള പടയപ്പ കൂടുതൽ അക്രമകാരിയാവുകയാണ്. നയമക്കാട് എസ്റ്റേറ്റിനും തലയാർ എസ്റ്റേറ്റിനും ഇടയിലാണ് പടയപ്പ നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. വനം വകുപ്പ് RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. 24 ഇടുക്കി. ഇഷാദ് പറയുകയാണ്, ആഷ്മി ഇന്നലെ എൻ്റെ നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ ഉമ്മയും മകനും മരണപ്പെട്ടു. കരുവാരക്കുണ്ട് പുൽവട്ട സ്വദേശി പൊട്ടൻതൊട്ടി കാലിയുടെ ഭാര്യ ഫാത്തിമയും മകൻ ഷനൂഫുമാണ് മരിച്ചത് എന്ന് പറയുന്നു. സങ്കടകരമാണ് കേട്ടോ വാർത്ത. ഷിജോ മാത്യു പറയുന്നു, കൂറുമാറുന്ന MLA മസ്റ്റ് ബി ഡിസ്മിസ്ഡ് ബിക്കോസ് ദ പീപ്പിൾ ഇലക്റ്റഡ് ദം സീയിങ് ദ പാർട്ടി. ഒരു പരിധി ശരിയാണ്. അതുകൊണ്ടാണല്ലോ കൂറുമാറ്റ നിരോധന നിയമം എന്നൊരു നിയമം തന്നെ വരുന്നത്. പക്ഷേ അപ്പോഴും ആയാറാം ഗയാറാം രാഷ്ട്രീയം ഇപ്പോഴും വളരെ സജീവമായി തന്നെ തുടരുന്നുവെന്ന് പല സംസ്ഥാനങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ മറ്റേന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും കാണാറും കേൾക്കാറുമുണ്ട്. വസന്തകുമാരി, വയനാടല്ലേ ചൂട് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവ് തന്നെ, എന്നാലും 11 AM to 3 PM വരെ ചൂട് തന്നെ എന്ന് പറയുകയാണ്. ചൂടിന് കുറവൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ഇന്നലെ 38-37 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു എന്നുള്ളത് അത് ചെറിയ ഒരു കുറവ് എന്ന രീതിയിൽ പരിഗണിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ചൂട് കുറഞ്ഞു വരട്ടെ. പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ M. ശശീന്ദ്രനാഥ് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചു. സർവകലാശാല ഡീൻ ഡോക്ടർ MK നാരായണനെതിരെ നടപടി വേണമെന്ന് VCയോട് കുടുംബം ആവശ്യപ്പെട്ടു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്ന് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് നൽകുന്നുവെന്ന് VC പ്രതികരിച്ചു. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അലക്സ്, ഇപ്പോഴാണെങ്കിലും സർവകലാശാല VC വീട്ടിലേക്ക് എത്തുന്നു. കുടുംബം ആവശ്യപ്പെടുന്നത് എന്തായിരുന്നു VCയുടെ മറുപടി? അലക്സ്.
ഹഷ്മി, ഈ സംഭവത്തിന് ശേഷം പൂക്കോട് വെറ്റിനറി സർവകലാശാല അധികൃതർ, പ്രത്യേകിച്ച് VC ആദ്യമായിട്ടാണ് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ VCക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരാതി കുടുംബാംഗങ്ങൾ നൽകിയിരുന്നു. ഈ കേസിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്ന പരാതി കുടുംബാംഗങ്ങൾ നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ നടപടി ഉണ്ടാകും, അതായത് ആ വിഷയം പരിശോധിച്ചതിന് ശേഷം നടപടി ഉണ്ടാകും എന്ന മറുപടിയും അതിന്മേൽ ഉണ്ടായതാണ്. അത് മെയിൽ മുഖേനയാണ് ആ പരാതി അവർ നൽകിയിരുന്നത്. പക്ഷേ നേരിട്ട് കണ്ടിരുന്നില്ല. ഇന്ന് അല്പം മുമ്പാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് നെടുമങ്ങാട്ടെ ഈ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തി അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു, അമ്മയും അച്ഛനെയും സന്ദർശിച്ചു. അതിനുശേഷമാണ് കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഈ ഡീനെതിരെ നടപടി സ്വീകരിക്കണം. കാരണം ഈ ഡീൻ 3 ദിവസം സിദ്ധാർത്ഥിനെ അവിടെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് തൊട്ടടുത്ത് ഡീൻ ഉണ്ടായിരുന്നിട്ടും അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ VCയോട് പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ ഡീനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം, സസ്പെൻഡ് ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്ന സർവകലാശാലയുടെ ഭാഗത്തുനിന്നുള്ള ഉറപ്പ് അത് കുടുംബാംഗങ്ങൾക്ക് നൽകുന്നു എന്നാണ് VC അവരോട് പറഞ്ഞത്. അത്തരം ഒരു ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മാധ്യമങ്ങളോട് പറഞ്ഞത് കുടുംബത്തിനൊപ്പം നിൽക്കും സർവകലാശാല. അതുമാത്രമല്ല, അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ ഡീനിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഡീനിനെതിരെ ഈ ഘട്ടത്തിൽ പെട്ടെന്ന് നടപടിയെടുക്കാൻ സാധിക്കില്ല, കാരണം അന്വേഷണം പുരോഗമിക്കുന്ന വിഷയമാണ്. അന്വേഷണത്തിൽ ഡീനിന്റെ പങ്ക് വ്യക്തമായാൽ കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് VC വ്യക്തമാക്കിയത്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹവും വ്യക്തമാക്കി. തനിക്കുമേൽ മറ്റു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ടെന്നാണ് VC വ്യക്തമാക്കിയത്. VC അല്പം മുമ്പ് ഈ സന്ദർശനത്തിന് ശേഷം ഇവിടെ ഒന്ന് മടങ്ങിയിട്ടുണ്ട്. അശ്വിൻ. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. VC പ്രതികരിച്ചു എന്ന് കേൾക്കാം. അല്ല, ഇപ്പോൾ വിശദമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ അവർ മറ്റ് ഏതെല്ലാം ഏരിയയിലൊക്കെ അന്വേഷണം പോകണം എന്നൊക്കെ അതിന് ചെയ്യും. യൂണിവേഴ്സിറ്റി എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തോടൊപ്പം നമ്മൾ സഹായിച്ചു. തീർച്ചയായിട്ടും ഇത് ദാരുണമാണ്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ കുറ്റവാളികൾ കണ്ടുപിടിക്കുക, ഇതാണ് നമ്മൾ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സമ്മർദ്ദം ഉണ്ടായാലും ആ സമ്മർദ്ദത്തെ അതിജീവിച്ച് കുറ്റവാളികളെ സംരക്ഷിക്കാനും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അതായത് ഇവിടെ പ്രേക്ഷകർ പറയുകയാണ്, ലില്ലിച്ചോളിയിൽ കഠിനമായ ചൂട് മൃഗങ്ങളെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം. ഒരു നല്ല മഴ പെയ്തിരുന്നെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ആശ്വാസമായതിനെ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു. ഭയങ്കര ചൂട് വരുമ്പോൾ വലിയ വരൾച്ചയിലൊക്കെ പോകുമ്പോൾ മഴ ആഗ്രഹിച്ചു പോകുന്നത് കുറ്റമല്ല. സർവകലാശാല ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞതോടെ VC നിർണയ നടപടികളുമായി രാജ്ഭവൻ മുന്നോട്ട്. സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ നൽകാൻ മുഴുവൻ VCമാരോടും വീണ്ടും ആവശ്യപ്പെടും. രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് നിയമവശങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അനുമതി നൽകിയതിൽ കാര്യമായി എന്താണുള്ളത് എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ 1 മാത്രമാണ് അംഗീകാരം ലഭിച്ചിരുന്നത്. ചാൻസലർ ബില്ലടക്കം 3 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നില്ല. മറ്റു 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുമാണ്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് അനുമതി നൽകിയെങ്കിലും രാഷ്ട്രപതിയുടെ തീരുമാനം സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായി. സർവകലാശാല ഭേദഗതി ബില്ലും ചാൻസലർ ബില്ലും രാഷ്ട്രപതി അനുവദിക്കാത്തത് ഗവർണറെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. Yesterday, Supreme Court, Honorable Supreme Court, they reversed their decision of 18 years back. Every society life is evolving always. We learn every day new things. So, in the matter of 4 bills, decision has come of the Honorable President. Lokayukt has been cleared. And the other 3 bills regarding the university, Honorable President has withheld her consent. Other 3 bills, something which is there in the Rashtrapati Bhavan, you want me to comment about that? That is not fair. ഇതോടെയാണ് VC നിർണയ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുന്നത്. സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ നൽകാൻ മുഴുവൻ VCമാരോടും ഉടൻ ആവശ്യപ്പെടും. കേരള സാങ്കേതിക കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയവും റദ്ദാക്കും. സഹകരണ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള 3 ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ളത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ഹയർ സെക്കൻഡറിയിൽ 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 8.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയാണ്. VHSCയിൽ 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. പുറത്ത് പൊള്ളുന്ന ചൂടാണ്, ഒപ്പം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ചൂടും. ഇന്നു മുതൽ 26 വരെ 9 ദിവസങ്ങളിലായാണ് പരീക്ഷ. ആദ്യ ദിനം +1 ലാംഗ്വേജും +2 ഫിസിക്സുമാണ് പരീക്ഷ. SSLC പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങും. +1 4,14,159 പേരും +2 4,41,213 പേരുമാണ് പരീക്ഷ എഴുതുന്നത്.
2017 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. പഠിച്ചായിരുന്നു? ഏത് വിഷയമാണ്? മലയാളം. എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടോ? പഠിച്ച് സൂപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കും, ജയിക്കും. നല്ല മാർക്ക് വേണം. നല്ല മാർക്ക് ഉണ്ടാവും. കേരളത്തിൽ 1994, ഗൾഫിലും ലക്ഷദ്വീപിലും 8 എണ്ണവും മാഹിയിൽ 6 എന്നിങ്ങനെയാണ് കണക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഉത്തരപേപ്പർ അച്ചടി പ്രതിസന്ധി പരിഹരിച്ചു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മെയിൻ ഷീറ്റ്, അഡീഷണൽ ഷീറ്റ് എന്നിവ സ്കൂളുകളിൽ പരീക്ഷാഭവന്റെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. സദാനന്ദൻ നമുക്ക് ചോദിക്കും, നിങ്ങൾ ദിവസവും ഒരു നേരം ദേശീയഗാനം പ്ലേ എന്ന് ചോദിക്കുന്നു. ദേശീയഗാനത്തിൽ ചില നാക്കുപിഴകൾ കേൾക്കുമ്പോൾ വേണ്ടി വരും എന്നാണ് തോന്നുന്നു ചേട്ടാ. കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഇത് സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ്. ഒഡീഷയിലും കോൺഗ്രസിന് തിരിച്ചടി. PCC വൈസ് പ്രസിഡന്റ് രജത് ചൗധരി പാർട്ടി വിട്ടു. പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തിയെ തുടർന്നാണ് രാജി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളും. ബൽറാം, BJP-യിലേക്കാണോ പോക്ക്? ഹഷ്മി, ഈ PCC വൈസ് പ്രസിഡന്റ് രജത് ചൗധരി ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. എന്നാൽ പാർട്ടി അംഗത്വം രാജിവെക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. PCC അധ്യക്ഷൻ ശരത് പട്നായിക്കിന് നൽകിയ രാജിക്കത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്റെ ഭാവി പരിപാടികളെ സംബന്ധിച്ച് അദ്ദേഹം യാതൊരു കാര്യം തന്നെ ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. പാർട്ടി നേതൃത്വത്തോടുള്ള അതൃപ്തിയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ രാജി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാജിക്കത്തിലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. നേരത്തെ ഒഡീഷ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി 4 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. കൂടാതെ PCC ജനറൽ സെക്രട്ടറി ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒഡീഷയിലെ യുവ നേതാക്കൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഹാരാഷ്ട്ര, അസം, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി നേതാക്കൾ BJP-യിലേക്ക് മാറിയ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒഡീഷയിലും PCC ഉപാധ്യക്ഷൻ തന്നെ പാർട്ടി വിടുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അദ്ദേഹം BJP-യിലേക്ക് തന്നെ നേതാക്കളുമായി ചർച്ച നടത്തി എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളൊന്നും തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ഹഷ്മി, ആറാം രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണത്. അപ്പോൾ PCC അധ്യക്ഷൻ പാർട്ടി വിട്ടു. എങ്ങോട്ടേക്കാണ് എന്ന് നമുക്ക് അല്പസമയത്തിന് അറിയുകയും ചെയ്യാം. മാത്യു പറയുകയാണ്, ഉഷ്ണേന ശാന്തി, ചൂടിനെ ചൂടുകൊണ്ട് നേരിടുക എന്ന് പറയുകയാണ്. ജയകൃഷ്ണൻ ചോദിക്കുന്നു, താപനില ഉയർന്നുയർന്ന് എല്ലാവരുടെയും അടപ്പ് തെറിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോക്കാണെങ്കിൽ വലിയ ചൂട്. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ എക്സ്ട്രീംസ് നമുക്കൊരു പുതുമയല്ല. അത് ചൂടാണെങ്കിൽ കൊടുംചൂട്, മഴയാണെങ്കിൽ പെരുമഴ, വെള്ളപ്പൊക്കം, അങ്ങനെ അതിന് നമ്മൾ പ്രതീക്ഷിക്കണം. അത്തരത്തിൽ കാലാവസ്ഥയുടെ അങ്ങേയറ്റങ്ങൾ. നേരത്തെ ഒരു പ്രേക്ഷകർ ചോദിച്ചായിരുന്നു, എല്ലാ ദിവസവും ദേശീയഗാനം പ്ലേ ചെയ്യാൻ പറ്റുമോ ചോദിച്ചായിരുന്നു. കോൺഗ്രസിൻ്റെ സമരാഗ്നി വേദിയിലെ ദേശീയഗാന വിവാദത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ്. ദേശീയഗാനം തെറ്റിച്ചു പാടിയതിൽ പരിഹാസവുമായി CPM രംഗത്തെത്തി. വിഷയത്തിൽ DCC അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ BJP പോലീസിൽ പരാതിയും നൽകി. നാക്കുപിഴ വലിയ വാർത്തയാക്കേണ്ടതില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. ജനഗണ മംഗളദായക ജയ ഹേ. ജനഗണ ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ഇന്നലെ തിരുവനന്തപുരത്ത് സമരാഗ്നിയുടെ സമാപന വേദിയിലായിരുന്നു DCC അധ്യക്ഷൻ പാലോട് രവിക്ക് അമളി പിണഞ്ഞത്. പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരിഹാസ പെരുമഴ. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. സ്റ്റേജും മൈക്കും പൊതുജനം വലിയ സംഭവമാക്കുന്നില്ലെന്ന തിരിച്ചറിവ് നേതാക്കൾക്ക് വേണമെന്നായിരുന്നു വിമർശനം. ജനഗണമന മര്യാദയ്ക്ക് പാടാൻ അറിയാത്തവരായി UDF-കാർ മാറിയെന്ന് CPIM നേതാവ് AK ബാലൻ പരിഹസിച്ചു. ജനഗണമന പോലും പാടാൻ അറിയില്ല. അവസാനം സമാപനത്തിന് ജനഗണമംഗളദായക പറഞ്ഞു കേട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഏത് ഭാഷയിലാണ് അഭിസംബോധന ചെയ്യുന്നത്? ഇതുപോലെ മാതൃകാ സഹോദരന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ? വെച്ചിട്ടല്ലേ അഭിസംബോധന. ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. സമരാഗ്നി പത്തനംതിട്ടയിലെത്തിയപ്പോൾ പ്രസിഡന്റിന്റെ പേരും തിരുവനന്തപുരത്തെത്തിയപ്പോൾ ദേശീയഗാനവും മാറിയെന്ന് AM ആരിഫ് MPയുടെ പരിഹാസം. ആലപ്പുഴ എത്തിയപ്പോൾ സമരാഗ്നി ജാഥയുടെ പേര് മാറി. പേര് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേറെ പേരൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോൾ പേര് മാറി. പത്തനംതിട്ടയിൽ ഇപ്പോൾ പ്രസിഡന്റും മാറി. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ദേശീയഗാനവും പോയി. ഇങ്ങനെ ഒരു ജാഥ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ വലിയ വാർത്തകളുള്ളപ്പോൾ നാക്കുപിഴ വലിയ കാര്യമാക്കേണ്ട എന്ന ഒറ്റവരി ന്യായീകരണത്തിൽ പ്രതിപക്ഷ നേതാവ് വിഷയം അവസാനിപ്പിച്ചു. അതിനിടെ ദേശീയഗാനത്തെ അപമാനിച്ചു എന്ന് കാണിച്ച് BJP പാലോട് രവിക്കെതിരെ പോലീസിൽ പരാതി നൽകി. 24
തിരുവനന്തപുരം. എന്ത് പറയാനായാലും കൊയിലാണ്ടിലെ CPM നേതാവ് PV സത്യനാഥൻ വധക്കേസിൽ പ്രതി അഭിലാഷുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ ചെറിയപുരം ക്ഷേത്ര പരിസരത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിനിടെ അഭിലാഷിന്റെ ഫോൺ പോലീസ് കണ്ടെത്തി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രാവിലെ 6:45 പ്രതി അഭിലാഷിനെ തെളിവെടുപ്പിനെത്തിച്ചത്. സത്യനാഥിന്റെ കൊലപാതകം നടന്ന ചെറിയപുറം ക്ഷേത്ര പരിസരത്താണ് തെളിവെടുപ്പ് നടത്തിയത്. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ഫോൺ തെളിവെടുപ്പിനിടെ കണ്ടെത്തി. പ്രതിയുടെ വീട്ടിലും പോലീസ് തെളിവെടുത്തു. കൃത്യത്തിന് ശേഷം അഭിലാഷ് സഞ്ചരിച്ച വഴികളിലും തെളിവെടുപ്പ് നടത്തും. ചോദ്യം ചെയ്യലിനായി 6 ദിവസമാണ് പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സത്യനാഥിനെ കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. 24 കോഴിക്കോട്. അരുൺ വയനാട് പറയുകയാണ്, ഈ പിള്ളേർക്ക് ഒന്നിനു പോലും നട്ടലില്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ഇന്നലെ മാഷ് പറഞ്ഞതാ സത്യം, ലജ്ജ തോന്നുന്നു. കേരളത്തിലെ കലാലയ രാഷ്ട്രീയം കാണുമ്പോൾ എൻകൗണ്ടർ നിലപാടുകൾ അഭിവാദ്യങ്ങളെന്ന് അരുൺ വയനാട് പറയുകയാണ്. സത്യമാണ്, 150 കുട്ടികൾ നോക്കി നിൽക്കാൻ ബാധിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ, ഒരു കുട്ടിയെങ്കിലും ചെയ്യരുത് എന്നുള്ള ധൈര്യം കാണിപ്പോട്ടെ. ആ ധൈര്യം കാണിച്ചില്ലെങ്കിൽ കൂടിയും അവരവരുടെ വീട്ടുകളെങ്കിലും വിളിച്ച് ഇങ്ങനെ അക്രമം നടക്കുന്നുണ്ട് രഹസ്യമായി പറയാൻ പോലും ആരും തയ്യാറായില്ലെങ്കിൽ അതെന്ത് കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലാവും, സത്യത്തിൽ മനസ്സിലാവുന്നില്ല. കോഴിക്കോട് NITയിൽ മലയാള ദിനപത്രങ്ങൾക്ക് വിലക്ക്. ഇന്നു മുതൽ ക്യാമ്പസുകളിലെ ഓഫീസുകളിലേക്ക് മലയാള പത്രങ്ങൾ വേണ്ട എന്ന് ഏജന്റുമാരെ അറിയിച്ചു. ഇംഗ്ലീഷ് ദിനപത്രങ്ങൾക്ക് വിലക്കില്ല. മലയാള പത്രങ്ങൾക്ക് വായനക്കാരില്ല എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. 6000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസിൽ 70% മലയാളി വിദ്യാർത്ഥികളാണ്. NIT അധ്യാപികയുടെ ഗോഡ്സെ പ്രകീർത്തനം ഉൾപ്പെടെ പത്രമാധ്യമങ്ങൾ ചർച്ചയാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് വിലക്ക് എന്നതും പ്രധാനമാണ്. തീരുമാനത്തിനെതിരെ CPIM ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കാരോട്ട ക്യാമ്പസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ സമീപത്ത് കണ്ടെത്തിയ ലൈസൻസ് ഉടമയായ തലശ്ശേരി സ്വദേശിയെ കേന്ദ്രീകരിച്ച അന്വേഷണം. യുവാവ് തിരുവനന്തപുരത്ത് എത്തിയതായി സ്ഥിരീകരിക്കുന്നു വീട്ടുകാർ. ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കാനാണ് പോലീസ് സംഘത്തിന്റെ തീരുമാനം. യുവാവിന്റെ കുടുംബം വർഷങ്ങളായി ചെന്നൈയിലാണ് താമസം. 2017 മുതൽ കുടുംബവുമായി ഇയാൾക്ക് ബന്ധമില്ല. പക്ഷേ പോലീസ് സംശയിക്കപ്പെടുന്ന കാലയളവിൽ ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയതായി വീട്ടുകാർക്ക് വിവരമുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ബാങ്കിൽ ഇയാൾക്ക് അക്കൗണ്ട് ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിന്റെ KYC രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരം. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ബാങ്ക് രേഖകളടക്കം ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യുവാവിന്റെ മാതാപിതാക്കൾ തൊട്ടടുത്ത ദിവസം തലസ്ഥാനത്തെത്തും. ഇവരിൽ നിന്ന് വ്യക്തമായ വിവരശേഖരണം നടത്താനാണ് പോലീസിന്റെ നീക്കം. യുവാവിന്റെ കോൾ ലിസ്റ്റ് അടക്കം പരിശോധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ എത്തിയതിന് ശേഷം അസ്ഥികഷണങ്ങൾ വിശദമായ DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച 15-ൽ പരം പേർക്ക് ഭക്ഷ്യവിഷബാധ എന്നൊരു വാർത്ത വരുന്നുണ്ട്. വർക്കല റോഡിലെ സ്പൈസി റെസ്റ്റോറൻറ്റിൽ നിന്നും ആഹാരം കഴിച്ചവരെയാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില ഗുരുതരമല്ല, ഭാഗ്യം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് 71ാം പിറന്നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ സ്റ്റാലിന് ആശംസകൾ അർപ്പിച്ചു. ജില്ലാ ആസ്ഥാനങ്ങളിലെല്ലാം DMKയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടത്തി. DMK സർക്കാരിന്റെ എല്ലാവർക്കും എല്ലാം പദ്ധതിയും ഇന്ന് ആരംഭിച്ചു. രാവിലെ 9 മണിയോടെ ചെന്നൈ മറീന ബീച്ചിലെ അണ്ണാദുരയുടെയും കലൈഞ്ചർ കരുണാനിധിയുടെയും സ്മാരകങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയാണ് സ്റ്റാലിൻ പിറന്നാളാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതേ സമയത്ത് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ DMK പ്രവർത്തകർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. DMK ആസ്ഥാനമായ അണ്ണാ അറിവാളയത്തിൽ നടത്തിയ പരിപാടിയിൽ നിരവധി DMK പ്രവർത്തകർ സ്റ്റാലിന് സമ്മാനങ്ങളുമായി എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, രജനീകാന്ത്, കമൽഹാസൻ, വിജയ് തുടങ്ങി നിരവധി പ്രമുഖർ സ്റ്റാലിന് ആശംസകൾ നേർന്നു. അതിനിടെ പിറന്നാൾ ആശംസയിൽ സ്റ്റാലിന് ട്രോളി BJPയും രംഗത്തെത്തി. ചൈനീസ് ഭാഷയായ മാൻഡറിനിലാണ് ആശംസകൾ നേർന്നത്. സ്റ്റാലിൻ്റെ ഇഷ്ടഭാഷയിൽ ആശംസയെന്ന തലക്കെട്ടോടെയാണ് എക്സിൽ ചിത്രം പോസ്റ്റ് ചെയ്തത്.
DMK പരസ്യത്തിൽ ചൈനീസ് റോക്കറ്റിന്റെ ചിത്രം ഉൾപ്പെട്ടതിനാലാണ് BJPയുടെ പരിഹാസം. 24 ചെന്നൈ. റിച്ച് മാക്സ് ഫിൻവെസ്റ്റിന് 100ാമത് ശാഖ തിരുവനന്തപുരം പട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പട്ടം റോയൽ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരവും റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് ബ്രാൻഡ് അംബാസിഡറുമായ സിജു വിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു. റിച്ച് മാക്സ് ഗ്രൂപ്പ് ചെയർമാനും MDയുമായ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്ത്, റിച്ച് മാക്സ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി CM, സെയിൽസ് ഹെഡ് പ്രവീൺ ബാബു എന്നിവർ പങ്കെടുത്തു. വനിതാ ദിനത്തിന്റെ ഭാഗമായി 1001 വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും ഉറപ്പു നൽകി GTEC. തുടർച്ചയായി 2ാം വർഷമാണ് വുമൺ പവർ പദ്ധതി GTEC നടപ്പാക്കുന്നത്. 35 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ മാസം 15 വരെ ഓൺലൈനായും GTEC സെന്ററിൽ നേരിട്ടെത്തിയും പദ്ധതിക്ക് അപേക്ഷിക്കാം. കഴിഞ്ഞ വർഷം ഈ പദ്ധതിയിലൂടെ 1000 വനിതകൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞതായി GTEC മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് മണലുടി പറഞ്ഞു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ചടങ്ങിൽ GTECിന്റെ വിവിധ സെന്ററുകളിലേക്കുള്ള റോബോട്ടുകളുടെ വിതരണവും പ്ലേസ്മെന്റ് നേടിയവരുടെ പേരുൾപ്പെടുത്തിയ പുസ്തകവും പ്രകാശനം ചെയ്തു. ബംഗളൂരുവിൽ ഹോട്ടലിൽ പൊട്ടിത്തെറിയെന്ന വാർത്ത വരുന്നുണ്ട്. 3 ജീവനക്കാരടക്കം 4 പേർക്കാണ് പരിക്ക്. രാമേശ്വരം കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന നിഗമനം. കൊല്ലത്തേക്ക് വന്നാൽ അവിടെ ബീച്ചിൽ ഒലീവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട ആമ മുട്ടയിട്ടു. വനം വകുപ്പ് മുട്ടകൾ ശേഖരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് കൊല്ലം ബീച്ചിലെ മണൽപ്പരപ്പിൽ ഒലീവ് റിഡ്ലി മുട്ടയിട്ട് മടങ്ങിയത്. പ്രകൃതിയുടെ ഇൻക്യുബേറ്ററിൽ മുട്ടയിട്ട ശേഷം അറബിക്കടലിലേക്ക് മടങ്ങുകയാണ് ഒലിവ് റിഡ്ലി ഇനത്തിലെ ആമ. കഴിഞ്ഞ ദിവസം രാത്രി 9:45 കൊല്ലം ബീച്ചിലെ മണൽത്തിട്ടയിൽ കടലാമ മുട്ടയിട്ടത്. ഈ സമയം കൊല്ലം ബീച്ചിലുണ്ടായിരുന്ന റിയാസ് വിവരം പോലീസിന് നൽകി. പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കൺട്രോൾ റൂമിൽ അറിയിച്ചു. വിവരം കൊല്ലം സോഷ്യൽ ഫോറസ്ട്രിയെ അറിയിച്ചു. ബീച്ചിൽ തെരുവുനായ ശല്യം ഉണ്ടായതുകൊണ്ട് മുട്ടകൾ നശിക്കുമെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ 112 മുട്ടകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 400ഓളം മുട്ടകൾ സംരക്ഷിക്കാനായെന്ന് കൊല്ലം റേഞ്ച് ഓഫീസർ അജിത്ത് പറഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിൽ ആമകളുടെ പങ്കും പ്രധാനമാണെന്ന് ACF ഓഫീസർ അൻവർ പറഞ്ഞു. കടലോരത്ത് തന്നെ ആമയുടെ മുട്ടകൾക്ക് സംരക്ഷണം ഒരുക്കി കാവലിന് ആളിനെയും ചുമതലപ്പെടുത്തി. 45 ദിവസം മിനിമം വേണം മുട്ട വിരിഞ്ഞ് ആമക്കുഞ്ഞുങ്ങൾ കടലമ്മയുടെ മടിത്തട്ടിലേക്ക് മടങ്ങാൻ. കേരളത്തിന്റെ സമുദ്രങ്ങളിൽ കാണുന്ന വംശനാശം നേരിടുന്ന വലിയ തരം ആമകളാണ് ഒലിവ് റിഡ്ലി കടലാമകൾ. ആഴക്കടലിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ ഇവയെ സാധാരണ വേളകളിൽ കണ്ടെത്തുക പ്രയാസമാണ്. 24 കൊല്ലം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത, ബംഗളൂരുവിൽ ഹോട്ടലിലുണ്ടായ പൊട്ടിത്തെറിയിൽ 3 ജീവനക്കാരടക്കം 4 പേർക്ക് പരിക്കാണ്. രാമേശ്വരം കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. മനേഷ് മൂർത്തി. മനേഷ്, പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇതിൻ്റെ ആഘാതം കൂടാനിടയുണ്ടോ? ഹാഷ്മി, ഉച്ചയോടുകൂടിയാണ് വൈറ്റ്ഫീൽഡിലുള്ള രാമേശ്വരം കഫേയിൽ ഈ ഒരു സ്ഫോടനം നടക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ അഗ്നിരക്ഷാ സേനയും പോലീസും ഒക്കെ പറയുന്നത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തൊരു ദുരൂഹത എന്തായാലും ആരോപിക്കപ്പെടുന്നുമുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വൈറ്റ്ഫീൽഡ് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 3 ജീവനക്കാർ ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ്ഫീൽഡ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അതായത് കൂടുതൽ ആളുകളിലേക്ക് പരിക്കോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിലൊന്നും നമുക്ക് ആ തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവർ 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മാത്രമല്ല ഈ പരിക്കേറ്റവരുടെ നില ഏത് രീതിയിലാണ്, അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മറ്റ് ആളുകളിൽ നിന്നുള്ള ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഹാഷ്മി. അപ്പോൾ അതാണ്, പൊട്ടിത്തെറി ഉണ്ടായി, പരിക്കുണ്ട്, പരിക്ക് കുറച്ച് പ്രശ്നമുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാമേശ്വരം കഫേയിലാണ് സ്ഫോടനം ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പേർക്ക് പരിക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും അത് ഒരു വലിയ പൊട്ടിത്തെറിയാണ്. എന്നീ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങളാണ് രാമേശ്വരം കഫേയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോയാൽ, പറവൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ശരണാലയത്തിലെ അന്തേവാസിയോട് 4 ലക്ഷം രൂപ ഹെൽത്ത് ജീവനക്കാർ തട്ടിയെടുത്തു. സംഭവം പുറത്തറിഞ്ഞതോടെ അന്തേവാസിയുടെ വീട്ടിലെത്തി പണം കൈമാറി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നീക്കവും നടത്തി. പറവൂർ നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിരുന്ന ശ്യാം, ജിൻസി എന്നിവരാണ് പണം തട്ടിയെടുത്തത്. നിലവിൽ കൊച്ചി കോർപ്പറേഷനിലെ ജോലിക്കാരാണ് ഇരുവരും.
സർക്കാർ ജീവനക്കാരനായി വിരമിച്ച നഗരസഭാ ശരണാലയത്തിലെ അന്തേവാസിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപയാണ് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിരുന്ന ശ്യാം, ജിൻസി എന്നിവർ ചേർന്ന് തട്ടിയെടുത്തത്. അന്തേവാസിയെ ബന്ധുക്കളെത്തി വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത്. ഇതോടെ മോഷ്ടിച്ച പണം തിരികെ നൽകി കേസിൽ നിന്ന് രക്ഷപ്പെടാനും ഉദ്യോഗസ്ഥർ ശ്രമം നടത്തി. വിവരമറിഞ്ഞിട്ടും പറവൂർ നഗരസഭാ സെക്രട്ടറി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. കൗൺസിൽ യോഗത്തിൽ വിഷയമുയർന്നതോടെ ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. സർക്കാർ ജീവനക്കാരുടെ സർവീസ് ചട്ടങ്ങളുടെ ഗുരുതര ലംഘനമാണ് 2 ഉദ്യോഗസ്ഥരും നടത്തിയത്. ആരും പരാതി നൽകിയില്ലെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സെക്രട്ടറിക്കുണ്ട്. ശരണാലയത്തിൽ കഴിഞ്ഞിരുന്ന മറ്റ് അന്തേവാസികളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ ഇവർ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. പറവൂരിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിയ 2 ഉദ്യോഗസ്ഥരും കൊച്ചി കോർപ്പറേഷനിലാണ് ജോലി ചെയ്യുന്നത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച സെക്രട്ടറിക്കെതിരെയും വിജിലൻസിൽ പരാതി നൽകാനും നഗരസഭാ കൗൺസിലർമാർ തീരുമാനിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. സിദ്ധാർത്ഥിനെ കൊന്നതാണ് എന്ന പേരിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രക്ഷോഭ പരമ്പര നടത്തുമെന്ന് പറയുന്നു ടി സിദ്ദീഖ്. നാളെ വയനാട്ടിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വെറ്റിനറി സർവകലാശാല മാർച്ച്, നാളെ വൈകിട്ട് എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തീപ്പന്തത്തെരുവ്. അപ്പോൾ ആ വിഷയത്തിൽ അങ്ങനെ പ്രതിഷേധങ്ങൾ കടുക്കുകയാണ്. അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. അങ്ങനെ അത് ഒരു വേറെ തലത്തിലേക്ക് സിദ്ധാർത്ഥിൻ്റെ മരണമോ കൊലപാതകമോ ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മൾ വൈകിട്ടെടുക്കുന്ന എൻകൗണ്ടർ എടുക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ കാണുക വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്. ഇനിയിപ്പോൾ പോലീസ് ഡയറി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.